ഹലോ ഫ്രണ്ട്സ്, മെയ് 1 തൊഴിലാളി ദിനമായിട്ട് നമ്മുടെ ഫിൻലാൻഡിലും കുറച്ചധികം പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല, ഇവരത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിക്ക് ആഘോഷിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവരൊരു മാർക്കറ്റ് തന്നെ സിറ്റി സെൻറ്ററിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ മാർക്കറ്റിലെ കുറച്ച് കാഴ്ചകൾ കണ്ടാലോ. കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ഒരു അമ്മച്ചീനെ കണ്ടത്. പുതിയ പ്രോഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കണായിരുന്നു. പൊട്ടറ്റോ ചിപ്സ് ആയിരുന്നു ഐറ്റംസ്. പൊട്ടറ്റോ പിന്നെ ഇവരുടെ മെയിൻ ഐറ്റം ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ തരുന്നുണ്ടായിരുന്നു. ടേസ്റ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ട ഏത് ഫ്ലേവറാണെന്ന് വെച്ചാൽ നമുക്ക് മേടിക്കാനുള്ള ഇതും ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്കും കിട്ടിയ കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുട്ടികൾക്കായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടെന്നുള്ള രീതിക്കായിരുന്നു പ്രോഗ്രാം നടന്നത് തന്നെ. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. അത് കണ്ടു നിൽക്കാൻ നല്ല രസമായിരുന്നു. പിള്ളേർ കളിച്ച് കിടക്കുന്നതിൻ്റെ ഇടയ്ക്ക് വലിയവർക്കുള്ള ഗെയിമുകളും ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അകത്തൊരു വെറൈറ്റി ആയിട്ടായിരുന്നു ഇത് നമ്മുടെ നാട്ടിലുള്ള ഗ്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കണ്ട ഒരു ഐറ്റമാണിത്. ഡൈസ് ഇടുന്ന ഒരു ഗെയിമാണ്. ഈ കാണുന്ന ഒക്കെ അതിൻ്റെ പ്രൈസ് വെച്ചേക്കുന്ന ചെറുത് മുതൽ വലുത് വരെ. നമ്മുടെ സാംസങ്ങിൻ്റെ ടാബും OnePlusൻ്റെ 12R ഒക്കെ വരെ ഉണ്ടായിരുന്നു പ്രൈസിൽ വലുതായിട്ട്. ചെറുത് പിന്നെ നമ്മുടെ ടോയ്സ് അങ്ങനെയുള്ളവർ വരെ ഉണ്ടായിരുന്നു. ഈ കാണുന്ന ഡൈസ് ഇടുന്ന നമ്പറിനനുസരിച്ചായിരുന്നു പ്രൈസ് തന്നെ. 4 യൂറോ മുതൽ 10 യൂറോ വരെയൊക്കെ ആയിരുന്നു അത് ഇതിനകത്ത് പങ്കെടുക്കാനുള്ള എമൗണ്ട്. അത് പിന്നെ നമ്മുടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്തില്ല. പിള്ളേർ ഏറുപടക്കവും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് കിടക്കണ്ടായിരുന്നു കേട്ടോ. ശരിക്കും നമ്മുടെ നാട്ടിലെ ഒരു ഉത്സവ പറമ്പിൽ നടക്കണ പ്രതീതി ഉണ്ടല്ലോ, അത് തന്നെയായിരുന്നു ഇവിടെ. ടോയ്സിൻ്റെ ഇതിൻ്റെയൊക്കെ ഒരുപാട് കടകളുണ്ടായിരുന്നു. പിന്നെ ശരിക്കും പറഞ്ഞാൽ വലിയവർക്കായിട്ടുണ്ടായിരുന്നത് ഈ ഫുഡ് സ്റ്റാളും കാര്യങ്ങളും, ഫ്ലവർ ഷോപ്പ്, പിന്നെ കുറേ തുണി അങ്ങനെയുള്ള ഐറ്റംസ് ആയിരുന്നു കൂടുതലും. ആ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് തന്നെ സ്റ്റേജ് ഷോയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. മ്യൂസിക് ഇവൻസ് ആയിട്ട് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അറിഞ്ഞില്ല. വിൻറ്റേജ് കാറുകളുടെ ഒരു ലൈനപ്പ് ഉണ്ടായിരുന്നു. അതെല്ലാവരെയും ഞെട്ടിക്കണ പരിപാടിയായിരുന്നു. പക്ഷെ അതും കൂടെ നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, അതിന് ടൈം കുറവായതുകൊണ്ട്. അത് നമ്മൾ അടുത്ത പാർട്ടായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഷോർട്സിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓക്കെ, ബൈ.